ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞൂലേ. ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്ന അർത്ഥമുണ്ട്, ഉണ്ട് എന്ന അർത്ഥവും ഉണ്ട്. അതായത് ഹാസ് ഹാവ് ഹാഡിന് 4 ഉപയോഗങ്ങളാണ് ഉള്ളത്. അതിലെ ഒരു ഉപയോഗമാണ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്, ബസ്സുണ്ട്, അല്ലെങ്കിൽ ആ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞൂലേ. അതൊരു ഉപയോഗമാണ്. അങ്ങനെ 4 ഉപയോഗങ്ങൾ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറയണം. ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ കാർ, എൻ്റെ കയ്യിൽ ഒരു കാറില്ല. എനിക്കൊരു ഫ്രണ്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഇല്ല. നിങ്ങൾക്ക് വീടില്ല എന്ന് പറയണം. എങ്ങനെ പറയും? യു ഡോണ്ട് ഹാവ് ഹൗസ്. ഓക്കെ, നമുക്ക് ഫ്രണ്ട്സുകളില്ല, വി ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്. അവർക്കില്ല, അവർക്ക് വീടില്ല, അവർ ദേ ഡോണ്ട് ഹാവ് ഹൗസ്. ഓക്കെ, ഇത് ഐ, യു, വി, ദേ എന്ന വാക്കിൻ്റെ കൂടെയാണ് ഈ ഹാവ് എന്ന വാക്ക് ഉപയോഗിക്കുക. അതേസമയം ഹാസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരാളുടെ കൂടെ ഉപയോഗിക്കുള്ളൂ. അതായത് അദ്ദേഹത്തിനുണ്ട് എന്ന് പറയണമെങ്കിൽ ഹി ഹാസ് എ കാർ, അദ്ദേഹത്തിന് ഒരു കാറുണ്ട് അല്ലേ. ഒരു സ്ത്രീയെ ബഹുമാനപൂർവ്വം ഷീ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കുണ്ട് പറയുന്നത് ഷീ ഹാസ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. ഓക്കെ, അവർക്കൊരു വീടുണ്ട്, ഷീ ഹാസ് എ ഹൗസ്, അതിന് 4 റൂമുണ്ട്, ഇറ്റ് ഹാസ് 4 റൂംസ്. മനസ്സിലായോ? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ബാഗിൽ ഉണ്ട് എന്ന് പറയണം. എങ്ങനെ പറയും? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ബാഗിലുണ്ട്. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ മൈ ബാഗ്. അതേസമയം ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം, ഞാൻ സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറുണ്ട്. അതും ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ മൈ ബാഗ്, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഒന്ന് കഴിക്കാറുണ്ട് എന്നും സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് എന്നും, ഒന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാഗിൽ ഉണ്ട് എന്നുമാണ്. അപ്പോൾ ഈ ഹാവിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഉപയോഗം പറഞ്ഞത്. അതേസമയം എനിക്ക് ഗാർഡൻ ഉണ്ട് എന്ന് പറയണം. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഗാർഡൻ ഉണ്ട് പറഞ്ഞത് അവിടെ ഹാവ് ഹാസോ എല്ലാം. ദർ ഈസ് ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, ദർ ഈസ് ഗാർഡൻ, അവിടെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ദർ ഈസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അത് നമുക്ക് അടുത്ത വീഡിയോ അല്ല, അതൊക്കെ പഠിക്കണമെങ്കിൽ ഇനി ഒരുപാട് ദൂരോട്ട് പോകണം. ഓക്കെ, അതൊക്കെ ലാസ്റ്റ് ഭാഗമാണ്. എല്ലാം നമുക്ക് പഠിക്കാം. പക്ഷേ എൻ്റെ എല്ലാ വീഡിയോയും കാണുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു ആൾ.